ഏറ്റവും പ്രിയപ്പെട്ടവരായി പരസ്പരം സ്നേഹിച്ചിരുന്നവർ ചിലപ്പോഴെങ്കിലും ഒരിക്കൽ പിണങ്ങിപ്പിരിഞ്ഞെന്നു വരും. ഏറ്റവും വാശിയോടെ എല്ലാം മതിയാക്കി രണ്ടിലൊരാൾ ചിലപ്പോൾ ഇറങ്ങിയെന്നും വരാം. പക്ഷേ ഇന്നലെ വരെയും ആ സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ ഇന്നത്തെ പിണക്കം ഇനി എത്ര വലുതായിരുന്നാലും പടിയിറങ്ങുന്നയാൾ ഉറപ്പായാലും ഒരു പിൻവിളി പ്രതീക്ഷിക്കും. ഒരു വാക്കുകൊണ്ട് വലിയ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട്. അതുപോലെ ഒരു വാക്കുകൊണ്ട് തകർച്ചയുടെ വാക്കിൽ നിന്ന് കരകയറിയിട്ടുമുണ്ട്. അങ്ങനെ കരകയറാൻ ഒരു പിൻവിളി മാത്രം മതി. പക്ഷേ പലപ്പോഴും അതിന് മടിയാണ് പലർക്കും. സ്നേഹമുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോകുന്ന ഒരാളുടെ മനസ്സ് ഒരിക്കലും യാത്ര പറയുകയല്ല, ഒരു പിൻവിളിക്കായി ദാഹിക്കുകയായിരിക്കും. ഉള്ളിൽ പകയില്ലാതെ പടിയിറങ്ങിപ്പോകുന്ന ഒരാളുടെ കാൽവയ്പുകൾക്ക് എപ്പോഴും വേഗത കുറവായിരിക്കും. മുന്നോട്ട് പോകുന്ന ഓരോ തിരിവിലും അവർ തിരിഞ്ഞു നോക്കും. കാറ്റിൻ്റെ മർമ്മരത്തിൽ പോലും ഒരു പിൻവിളി തിരയും അവർ. ഒരു ചെറിയ വാക്കുകൊണ്ട് തകർന്നുപോയ പല ബന്ധങ്ങളും മറുവാക്കുകൊണ്ട് പുനർജനിച്ചിട്ടുണ്ട്. പക്ഷേ ആ പിൻവിളി അത് ഒരുപാട് വൈകരുതെന്ന് മാത്രം. കാരണം കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ലല്ലോ. ഒഴുകുന്ന പുഴയിലെ വെള്ളം പോലെയാണ് മനുഷ്യരുടെ മനസ്സ്. കാലം കടന്നു പോകുമ്പോൾ അത് പുതിയ വഴികൾ തേടും. പിന്നീട് ഒരിക്കൽ പടിയിറങ്ങിപ്പോയവരെ തിരികെ വിളിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴേക്കും അവരൊക്കെയും പുതിയ ശീലങ്ങളുടെയും പുതിയ സാഹചര്യങ്ങളുടെയും ഒരിക്കലും അഴിക്കാനാവാത്ത ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവും. അവർ ആഗ്രഹിച്ചാൽ പോലും ഒരു മടങ്ങിവരവ് അസാധ്യമായെന്നു വരാം. പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഒരാൾ മറ്റൊരാളോട് തോറ്റുകൊടുക്കുന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല, ജീവിതത്തിൻ്റെ വിജയമാണ്. ഒരുമിച്ചിരിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അകന്നിരിക്കുന്നത് എന്തിനാണ്? ഇലകൾ കൊഴിയും മുമ്പ്, വേരുകൾ ഉണങ്ങും മുമ്പ് സ്നേഹത്തിൻ്റെ ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക. കടപ്പാട്. പിതാവിൻ്റെ മരണത്തെ തുടർന്ന് യുവാവായ രാജു പിതാവിൻ്റെ തൊഴിലായ റൊട്ടി നിർമ്മാണം ഏറ്റെടുത്തു. പക്ഷെ പിതാവ് റൊട്ടി ഉണ്ടാക്കുന്നത് അവൻ കണ്ടിട്ടുള്ളതല്ലാതെ ആ തൊഴിൽ അവന് പരിചയമില്ലായിരുന്നു. അതിനാൽ തന്നെ അവൻ ഉണ്ടാക്കുന്ന റൊട്ടികളൊന്നും വേണ്ട വിധത്തിൽ പാകമായിരുന്നില്ല. ഒരിക്കൽ വളരെ പ്രായമുള്ള ഏഞ്ചലോ എന്ന റൊട്ടി നിർമ്മാതാവ് അവിടെ എത്തി രാജുവിൻ്റെ നിർമ്മാണം ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. രാജുവിനോട് ചോദിച്ചു, ഇപ്പോൾ ശരിയായ എത്ര റൊട്ടികളുണ്ട്? അവൻ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നും ശരിയായി പാകമാകുന്നില്ല, ഓവന് എന്തോ കുഴപ്പമുണ്ട്. ഏഞ്ചലോ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. അയാൾ റൊട്ടി ബേക്ക് ചെയ്യുവാൻ ഓവനിൽ വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ രാജു ഓവൻ തുറക്കുവാൻ തുടങ്ങി. ഏഞ്ചലോ സമ്മതിച്ചില്ല. അങ്ങനെ കുറേ സമയം കൂടെ കഴിഞ്ഞു. രാജു പല പ്രാവശ്യം അക്ഷമ പ്രകടിപ്പിച്ചു. എന്നാൽ ഏഞ്ചലോ സമ്മതിച്ചില്ല. അങ്ങനെ അവൻ അക്ഷമനായി കാത്തിരുന്നു. അവസാനം ഏഞ്ചലോ ഓവൻ തുറന്നപ്പോൾ നല്ല പാകമായ റൊട്ടികൾ. ഏഞ്ചലോ പറഞ്ഞു, ധൃതി വെച്ചതുകൊണ്ട് ഒന്നും ശരിയാവില്ല. എല്ലാറ്റിനും അതാതിൻ്റേതായ സമയം വേണം. ഇത് ജീവിതത്തിലും ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പൂമുട്ട് വിടരണമെങ്കിൽ അതിൻ്റേതായ സമയം വേണം. ഒരു മുറിവ് സൗഖ്യമാകുന്നതിന് ധൃതി വെച്ചാൽ സാധ്യമാകില്ല. ഒരു മുട്ട വിരിയുന്നതിന്
അതിൻ്റെ സമയം കൂടിയേ കഴിയൂ. ഒരു നവജാത ശിശുവിനെ മാതാപിതാക്കൾ ഇരുവരും കൂടി കൈപിടിച്ച് നടത്തുവാൻ തുടങ്ങിയാൽ വേഗത്തിൽ ആ കുഞ്ഞ് നടക്കുവാൻ പഠിക്കുമോ? എല്ലാറ്റിനും അതിൻ്റേതായ സമയം കൂടിയേ കഴിയൂ. അത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടതാണ്. അത് വ്യത്യാസപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. മനുഷ്യജീവിതത്തിൽ ഒരുവൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് പക്വത ആർജിക്കുമ്പോഴാണ്. ഏതു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും പക്വത അനിവാര്യമാണ്. ഒരു മനുഷ്യൻ പക്വത പ്രാപിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. പൊതുവെ പറഞ്ഞാൽ കാലക്രമേണ മാത്രമേ ശാരീരികമായും മാനസികമായും പക്വതയാർജിക്കുവാൻ കഴിയുള്ളൂ. ആ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് കഴിയണം. മാനസിക പക്വതയാർജിക്കുന്നതിന് സമയം മാത്രം പോരാ. ജീവിതാനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും സ്വയം നിയന്ത്രണം പാലിക്കുവാനും തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും കഴിയണം. ഇവയെല്ലാം പെട്ടെന്ന് സാധ്യമാവുന്നതല്ല, ക്രമേണ മാത്രമേ സാധ്യമാവൂ. ഇവിടെയെല്ലാം ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നിൻ്റെ നിറങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ സാധാരണക്കാരായ തൊഴിലാളികളായിരുന്നു. ഭൗതികമായ ഈ തൊഴിലുകളിൽ നിന്നാണ് അവരെ യേശു മനുഷ്യരെ പിടിക്കുന്നവരായി സുവിശേഷ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ടത്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ ഗലീലി കടലിൽ മീൻപിടുത്തം തൊഴിലാക്കിയവരായിരുന്നു. വിശുദ്ധ മത്തായി ഒരു റോമൻ ചുങ്കക്കാരനായിരുന്നു. യൂദാസ് സക്കറിയാത്ത സാമ്പത്തിക കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആളായിരുന്നു. ഫിലിപ്പോസ്, ബർത്തലോമിയ, നഥാനിയാൽ, തോമാസ്, യാക്കോബ്, അൽഫായുടെ മകൻ തദേവ്, ശിമയോൻ, എലോയിസ്റ്റ് എന്നിവരും സാധാരണ തൊഴിലാളികളോ കൃഷിക്കാരോ ആയിരുന്നു. സുവിശേഷകനായ വിശുദ്ധ ലൂക്ക ഒരു വൈദ്യൻ ആയിരുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൂടാരങ്ങൾ തുന്നുന്ന തൊഴിൽ ചെയ്തിരുന്നു. സ്വാഭാവികമായി നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ട് മിശിഹ സ്വന്തം കുലത്തൊഴിൽ ചെയ്യുന്ന ഒരുവനെ, ഒരു ആശാരിയെ തിരഞ്ഞെടുത്തില്ല എന്ന്. അതിൻ്റെ കാരണമായി തോന്നുന്നത് ഈ തൊഴിലിന് ആദ്യം വേണ്ടത് അളവിൽ രൂപത്തിലൊക്കെ പെർഫെക്ഷൻ അല്ലെങ്കിൽ കൃത്യത ആണ്. കർത്താവ് നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തത് നമ്മൾ ഇംപെർഫെക്റ്റ് ആയതുകൊണ്ടാണ്, പാപം നിറഞ്ഞവർ ആയതുകൊണ്ടാണ്, മുറിവേറ്റവർ ആയതുകൊണ്ടാണ്. യുവർ ഇംപെർഫെക്ഷൻസ് മേക്ക് യു ബ്യൂട്ടിഫുൾ എന്ന വാക്യം മുൻപെങ്ങോ കേട്ടത് ഈ വേളയിൽ ഓർക്കുന്നു. അപകർഷത വെടിഞ്ഞ് വിശ്വാസത്തെ പഠിക്കാൻ ക്രിസ്തുവിനെ വചനത്തിലൂടെ അറിഞ്ഞ് പാകപ്പെട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മിൽ കൃപ അഭിഷേകം ചെയ്യട്ടെ. ഇങ്ങനെയുള്ള പിതാവിൻ്റെ കുറവുകളുള്ള മക്കളാണ് നമ്മളെന്ന തിരിച്ചറിവ് ആണ് ക്രിസ്തീയ വിശ്വാസം നമ്മിലേക്ക് ഒഴുകി ഇറങ്ങാൻ ഉള്ള ഏകമാർഗം. ഒരു മടിയും കാണിക്കാതെ ഒരു വിളിയിൽ കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ ഓർക്കാം. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മാർക്കോസ് 8:34. കടപ്പാട്, ബ്രിജിത്ത് എന്ന സഹോദരൻ.
അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ അഭിലഷിച്ചിടുന്നോരേ, പരിത്യജിച്ചിടുവിൻ സ്വയം നിങ്ങൾ അനുദിനം കുരിശെടുത്തൻ പിൻപേ നടന്നിടുവിൻ. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ അഭിലഷിച്ചിടുന്നോരേ, പരിത്യജിച്ചിടുവിൻ സ്വയം നിങ്ങൾ അനുദിനം കുരിശെടുത്തൻ പിൻപേ നടന്നിടുവിൻ. കാൽവരി മല ഞാൻ കയറിയില്ലേ, കുരിശു ചുമന്ന് ഞാൻ നീങ്ങിയില്ലേ, കാരിരുമ്പാണിയിൽ തൂങ്ങിയില്ലേ, എൻ്റെ പ്രാണൻ നിനക്കായി നൽകിയില്ലേ. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ പാരിലെ സമ്പത്ത് സകലതുമൊരുവന് കരഗതമാകിലും എന്തു നേട്ടം. നരകത്തിനെരിതിയിൽ തന്നാത്മം ദഹിക്കുമ്പോൾ ഉപകരിച്ചിടുകിൽ ലവയിലേതും. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ കുരുടർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും അടിമയ്ക്ക് വിടുതലും ഉദ്ഘോഷിക്കാൻ അഗതിക്ക് സുവിശേഷ നിധി നൽകാനെൻ താതൻ അഭിഷേചിച്ചയച്ചെന്നെ ഈ മണ്ണിൽ. അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പ്രാർത്ഥനയോടെ